ഹലോ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ നാട്ടിലെ ക്ഷേത്രമുറ്റവും പരിസരവും വൃത്തിയാക്കുന്ന കാഴ്ചയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ, നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ആ ദിവസം വരാൻ വേണ്ടി പോകുന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു നാടാവുമ്പോ ആ നാട്ടിലെ നാട്ടുകാർ മൊത്തം കാത്തു നിൽക്കുന്ന ആ ദിവസം എന്ന് പറയുന്നത് ആ നാട്ടിലെ ഉത്സവകാലമാണ്. ആ ഉത്സവകാലം കൊടിയേറാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആ ഉത്സവകാലത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രമുറ്റവും പരിസരമല്ലോ ഒരുക്കി വെക്കണല്ലോ. അതിന് മുന്നോടിയായിട്ടുള്ള ശുചീകരണ പരിപാടികളിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മുറ്റാണ് നമ്മൾ റെഡിയാക്കാന്ന് ചോദിച്ചത്. അങ്ങനെ മുറ്റത്താണെങ്കിൽ ആ മരത്തുനിന്ന് ഒരുപാട് ചപ്പെല്ലാം കൊയിഞ്ഞുണ്ട്. അപ്പൊ ആ ചപ്പെല്ലാം നമ്മൾ അടിച്ചുവാരി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി മുറ്റം നിരപ്പാക്കണം. മുറ്റം നിരപ്പാക്കണമെങ്കിൽ ഈ കാണുന്ന റോളറിന്റെ സഹായം നമുക്ക് ആവശ്യം. ഇത് കാണാൻ നല്ല രസമുണ്ടെങ്കിലും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടില്ല. നീണ്ട സമയത്തെ കഷ്ടപ്പാടിന് ശേഷം മുറ്റം നല്ല അടിപൊളിയിൽ നിരപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ റോളർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയാത്ത സൈഡ് ഭാഗം നിരപ്പാക്കാം. അങ്ങനെ മുറ്റത്തിന്റെ സൈഡ് ഭാഗം നിരപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു സാധനമാണ് ആവശ്യം. ഇതാ ഈ കാണുന്ന സംഭവം ഉപയോഗിച്ചിട്ട് വളരെ ക്ഷമയോടെ ചെയ്യണം. പെയിന്റിന്റെ പണി ഇവർ രണ്ടാളും കൂടി ഏറ്റെടുത്ത് നല്ല അടിപൊളിയിൽ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാരും ഇവിടുന്ന് പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഇത് രണ്ടും കൂടി ഇവിടുന്ന് കൂട്ടം കൂടുന്നുണ്ട്. എന്തെന്ന ഇതിൽ കളിച്ചൂട്ടുന്നു. ഓൻ അടി കിട്ടി വീണിട്ട് ഓൻ തിരിച്ചോടുവാണ്. ശേഷം ഓൻ മറന്നുപോയി. ഓനെ തിരിച്ചടിക്കണല്ലോ. എന്തായാലേ ഈ കാണുന്ന ഇന്റർലോക്ക് ഈ വാട്ടർ പ്രഷർ ഗണ്ണ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കണം. അത് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. വീഡിയോ കാണുന്ന എന്റെ എല്ലാ ചങ്ങായിമാര് ഉത്സവത്തിന് ഞാൻ ക്ഷണിക്കുന്നുണ്ട്. ഇനി ക്ഷണിച്ചിട്ടില്ല എന്ന് പറയണ്ട. അപ്പൊ തീയതി മറക്കണ്ട, ഫെബ്രുവരി 15 to 19. ആരവ ആഘോഷ കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകൂട്ടം തലശ്ശേരി നാടൻപാട്ട് സംഘം അവതരിപ്പിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. ഇവിടെ ഇന്നത്തെ പണിയല്ലോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഉത്സവ വിശേഷങ്ങളും തെയ്യക്കാഴ്ചകളല്ലോ ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.